നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിലുള്ള അസദാബാദ് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഷെല്ലാക്രമണം ഒരു വലിയ മാനുഷിക ദുരന്തമാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ജനങ്ങൾ തങ്ങളുടെ ദൈനംദിന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് അതിർത്തികൾക്കപ്പുറത്തു നിന്ന് മോർട്ടാർ ഷെല്ലുകൾ പറന്നെത്തിയത്. ഒരാൾ കൊല്ലപ്പെടുകയും 16 പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളുമാണ്. ചോരയൊലിപ്പിക്കുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ അഫ്ഗാൻ വക്താവ് ഹംദുള്ള ഫിത്രാത്ത് പങ്കുവച്ചത് ലോക മനസാക്ഷിയെ തന്നെ നടുക്കി. സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഈ നരനായാട്ട് ഒരു അയൽ രാജ്യത്തിന് ചേർന്നതല്ല എന്ന ശക്തമായ സന്ദേശമാണ് അഫ്ഗാനിസ്ഥാൻ നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? ഇതിന് കാരണം 1893 ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് വരയ്ക്കപ്പെട്ട ഡ്യൂറാൻഡ് ലൈൻ എന്ന അതിർത്തി രേഖയാണ്. അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും പഷ്തൂൺ വംശജരെ വേർതിരിച്ചുകൊണ്ട് വരയ്ക്കപ്പെട്ട ഈ 2640 കിലോമീറ്റർ നീളമുള്ള രേഖയെ ഒരു അഫ്ഗാൻ ഭരണകൂടവും അംഗീകരിച്ചിട്ടില്ല. തങ്ങളുടെ കുടുംബങ്ങളെയും ഗോത്രങ്ങളെയും രണ്ടായി വിഭജിച്ച ഈ കൃത്രിമ രേഖ മാറ്റി വരയ്ക്കണമെന്നാണ് അഫ്ഗാൻ താലിബാന്റെ നിലപാട്. എന്നാൽ ഇത് തങ്ങളുടെ ഔദ്യോഗിക അതിർത്തിയാണെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. ഈ തർക്കമാണ് ഓരോ വെടിയുണ്ടയ്ക്കും പിന്നിലെ യഥാർത്ഥ കാരണം. വർഷങ്ങളോളം അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ പോറ്റി വളർത്തുകയും അവർക്ക് പരിശീലനം നൽകുകയും ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ 2021 താലിബാൻ അഫ്ഗാനിൽ അധികാരം പിടിച്ചതോടെ പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പൊരുതുന്ന TTP തെഹ്രീക് ഐ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയ്ക്ക് അഫ്ഗാൻ താലിബാൻ അഭയം നൽകുന്നു എന്നതാണ് പാകിസ്ഥാന്റെ പ്രധാന പരാതി. സ്വന്തം മണ്ണിൽ തീവ്രവാദം വളർത്തിയിട്ട് ഇപ്പോൾ അയൽ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന പാകിസ്ഥാന്റെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ നേരിടുന്നു. തങ്ങളുടെ മണ്ണിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പകരമായി അഫ്ഗാനിലെ സാധാരണക്കാരുടെ മേൽ ബോംബ് വർഷിക്കുന്നത് ഒരു രാജ്യത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ്. യുദ്ധത്തിന് പോലും ചില നിയമങ്ങളുണ്ട്. എന്നാൽ പാകിസ്ഥാൻ അതെല്ലാം ലംഘിച്ചിരിക്കുകയാണ്. ഈ മാസം ആദ്യം കാബൂളിലെ ഒരു ലഹരി വിമോചന കേന്ദ്രത്തിന് നേരെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. മരുന്നും ചികിത്സയും തേടിയെത്തിയ പാവങ്ങൾ അവിടെ വെന്തു മരിച്ചു. അതൊരു ആയുധപ്പുരയായിരുന്നു എന്ന് പാകിസ്ഥാൻ വാദിക്കുമ്പോഴും അവിടെ മരിച്ചു വീണത് നിരപരാധികളായ രോഗികളായിരുന്നു. ഇത്തരം നീചമായ പ്രവൃത്തികൾ അഫ്ഗാൻ ജനതയുടെ ഉള്ളിൽ പാകിസ്ഥാനോടുള്ള വെറുപ്പ് ആളിക്കത്തിക്കുകയാണ്. സൗദി അറേബ്യ, തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഇടപെട്ട് റംദാൻ മാസത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ സമാധാനത്തെക്കാൾ യുദ്ധത്തിനാണ് പാകിസ്ഥാൻ മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അസാബാദിലെ പുതിയ ഷെല്ലാക്രമണം. കഴിഞ്ഞ മാസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സമാധാന ചർച്ചകളെ ഒരു തന്ത്രമായി മാത്രം കാണുന്ന പാകിസ്ഥാൻ മേഖലയെ ഒരു വലിയ നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഈ സംഘർഷം ഇങ്ങനെ തുടർന്നാൽ വരാനിരിക്കുന്നത് ഭീകരമായ നാളുകളാണ്. അതിർത്തിയിലെ അസ്ഥിരത മുതലെടുത്ത് ISIS, അൽ-ഖ്വയ്ദ തുടങ്ങിയ സംഘടനകൾ വീണ്ടും ശക്തിയാർജിക്കും. ഇത് ലോകത്തിന് മുന്നിൽ ഭീഷണിയാണ്. ഈ രണ്ട് രാജ്യങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. യുദ്ധം ഈ രാജ്യങ്ങളെ കൂടുതൽ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കും. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യേണ്ടി വരും. ഇത് അയൽ രാജ്യങ്ങളായ ഇന്ത്യയെയും ഇറാനെയും ബാധിക്കും. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പോരാട്ടം ദശകങ്ങളായി നിലനിൽക്കുന്ന അവിശ്വാസത്തിന്റെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെയും ഫലമാണ്. അന്താരാഷ്ട്ര സമൂഹം ഉടനിടപെട്ട് സമാധാനം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ദക്ഷിണേഷ്യയിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ കഴിയില്ല. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഷെല്ലാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ദശകങ്ങൾ നീണ്ട യുദ്ധപരിചയവും അമേരിക്കൻ സൈന്യം ഉപേക്ഷിച്ചു പോയ അത്യാധുനിക ആയുധശേഖരവുമാണ് താലിബാൻ പ്രധാനമായും ആയുധമാക്കുന്നത്. പർവ്വതനിരകൾ നിറഞ്ഞ ദുർഘടമായ ഭൂപ്രകൃതിയെ കവചമാക്കി ഗറില്ല യുദ്ധമുറകൾ പയറ്റുന്ന താലിബാൻ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെ അപ്രതീക്ഷിത മിന്നലാക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ സൈന്യത്തെ തളർത്തുന്നു. കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ ദുർഘടമായ മലനിരകളെയും ഗുഹകളെയും താലിബാന് വലിയൊരു സുരക്ഷാ കവചമാണ് ഒരുക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും പോലും കണ്ടെത്താൻ കഴിയാത്ത ഭൂഗർഭ താവളങ്ങൾ ഇവർക്കുണ്ട്. തങ്ങളുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള താലിബാൻ പാകിസ്ഥാൻ സൈന്യത്തെ ഈ മലനിരകളിലേക്ക് വലിച്ചിഴച്ച് കെണിയിൽപ്പെടുത്തുന്ന തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിർത്തി പാതയിൽ IED കുഴിബോംബുകൾ സ്ഥാപിച്ചും ചാവേർ ആക്രമണങ്ങൾ നടത്തിയും പാകിസ്ഥാൻ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കുന്ന ഇവർ ഒളിത്താവളങ്ങളിലിരുന്ന് എല്ലാം നിരീക്ഷിക്കുന്ന, അതിജീവിക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നത്. അയൽപക്കത്ത് നടക്കുന്ന ഈ ചോരപ്പുഴയെ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം പല തലങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധം കടുക്കുമ്പോൾ ആ വിടവിലൂടെ ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇത് കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ അതിർത്തികളിൽ അസ്ഥിരതയുണ്ടാക്കാൻ കാരണമാകും. അഫ്ഗാൻ ജനതയോട് എന്നും സൗഹൃദപരമായ
നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. യുദ്ധം മൂലം ദുരിതം അനുഭവിക്കുന്ന അഫ്ഗാൻ പൗരന്മാർക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്നതിൽ ഇന്ത്യ മുൻപന്തിയിലുണ്ടാകും. എന്നാൽ പാകിസ്ഥാൻ വഴിയുള്ള കരമാർഗമുള്ള വിതരണം യുദ്ധം മൂലം തടസ്സപ്പെടുന്നത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നു. അതിർത്തികൾ മാറ്റിവരയ്ക്കുന്നതിനോ അധിനിവേശത്തിനോ ഇന്ത്യ ഒരിക്കലും പിന്തുണ നൽകില്ല. ചർച്ചകളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ നിലപാട്. മധ്യേഷ്യയിൽ നിന്നുള്ള എണ്ണ, ഗ്യാസ് പൈപ്പ് ലൈനുകൾ കടന്നുപോകുന്ന മേഖലകളിൽ അസ്ഥിരതയുണ്ടാക്കുന്നത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാൻ കാരണമാകും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോൾ, ഡീസൽ വില കൂട്ടിയേക്കാം. ഇന്ത്യക്ക് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി വ്യാപാരം നടത്താനുള്ള പ്രധാന പാതയാണ് അഫ്ഗാനിസ്ഥാൻ. യുദ്ധം കാരണം ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് ഡ്രൈ ഫ്രൂട്ട്സ്, വസ്ത്രങ്ങൾ, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ വില വർധനവിന് കാരണമാവുകയും ചെയ്യും. ഇത് ഓഹരി വിപണികളിൽ ഇടിവുണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. അസദാബാദിലെ ഷെല്ലാക്രമണത്തെയും കാബൂളിലെ ആശുപത്രി ആക്രമണത്തെയും ഐക്യരാഷ്ട്രസഭ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെടുന്നു. സൗദി അറേബ്യ, ഖത്തർ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്ക് വീണ്ടും ശ്രമിക്കുന്നുണ്ട് എങ്കിലും പാകിസ്ഥാൻ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ ഇതിന് തടസ്സമാകുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പോരാട്ടം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിമരുന്നിടുമോ എന്ന് പലരും ഭയപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറുന്നത് ലോകമെമ്പാടും വലിയൊരു സാമൂഹിക പ്രതിസന്ധി ഉണ്ടാക്കും. ഡ്യൂറാൻഡ് ലൈൻ എന്ന നൂറ്റാണ്ട് പഴക്കമുള്ള തർക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ ഈ മേഖലയിൽ സമാധാനം പുലരില്ല. ആയുധങ്ങൾ കൊണ്ട് അതിർത്തികൾ സംരക്ഷിക്കാമെന്നത് പാകിസ്ഥാന്റെ വ്യാമോഹം മാത്രമാണ്. അഫ്ഗാനിസ്ഥാനിലെ അസദാബാദിൽ വീണ ഓരോ തുള്ളി ചോരയും ലോക സമാധാനത്തിന് ഭീഷണിയാണ്. പാകിസ്ഥാൻ നടത്തുന്ന ഈ കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആധുനിക ആയുധങ്ങളും തന്ത്രപരമായ പ്രതിരോധ മുറകളും ഇരുവശത്ത് നാശനഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പിടയുന്നത് അസദാബാദിലെയും മറ്റും നിരപരാധികളായ സാധാരണക്കാരാണ്. തോക്കുകൾ കൊണ്ട് അതിർത്തികൾ മാറ്റിവരയ്ക്കാനും അധികാരം സ്ഥാപിക്കാനും ശ്രമിക്കുന്നത് കൂടുതൽ ശവപ്പറമ്പുകൾ മാത്രമേ സൃഷ്ടിക്കൂ എന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സംഘർഷം ദക്ഷിണേന്ത്യയുടെ സമാധാനത്തെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം എത്രയും വേഗം ഇടപെടുകയും ചർച്ചകളിലൂടെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഈ മേഖലയിലെ ചോരപ്പുഴ ഇനിയും നീളാൻ സാധ്യതയുണ്ട്. പീരങ്കികൾ നിശബ്ദമാകുകയും അതിർത്തിയിലെ കുഞ്ഞുങ്ങൾ ഭയമില്ലാതെ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു പുലരിക്കായി നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.